കുടിക്കാമോ? എടുക്കണോ? ആ കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ടായ അമൽ സാബു ആണ്. അപ്പോൾ സാബുവും ഞാനും കൂടിയിട്ടായിരുന്നു യാത്ര തിരിച്ചത്. അപ്പോൾ പിന്നെ സാബുവിൻ്റെ 2 ഫ്രണ്ട്സും കൂടെ എറണാകുളത്തു നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയിട്ടായിരുന്നു ഈ ഒരു റൈഡ് പോയത്. അപ്പോൾ ആ റൈഡ് പോയത് മറ്റെങ്ങോട്ടും അല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പ്ലേസായ ഉച്ചിലക്കുത്ത്, ഇടുക്കിയിലെ ഉച്ചിലക്കുത്ത് വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയ റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാനം, ഏലപ്പാറ വഴി കട്ടപ്പന, പൂപ്പാറ, അങ്ങനെ പൂപ്പാറക്കടുത്ത് ശാന്തൻപാറയ്ക്ക് ആണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. പേത്തൊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ ഉച്ചിലക്കുത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് സാബുവിൻ്റെ 2 കൂട്ടുകാർ, അതായത് ആൽബീൻ, അതായത് പിന്നെ ആകാശും. അപ്പോൾ ഇവരെ എറണാകുളത്ത് നിന്നായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു റൈഡ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അവർക്കൊരു ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. ദി റോഡ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഓഫ് റോഡ്, കംപ്ലീറ്റ്ലി ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു ഞങ്ങൾ ആ ഒരു റൈഡ് പോയത്. അപ്പോൾ ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലത്തെ കഴിഞ്ഞിട്ടാണ് ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടം തൊട്ടായിരുന്നു ഞങ്ങൾ ആ ഒരു റൈഡ്, ഉച്ചിലക്കുത്തിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചിലക്കുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള വ്യൂ പോയിൻറ്റ്സിൽ, ഇത്ര ഹൈറ്റിൽ കണ്ടിട്ടുള്ള വ്യൂ പോയിൻറ്റ്സിൽ ഏറ്റവും വൺ ഓഫ് ദ മനസ്സിൽ നിന്ന് പോകാത്തൊരു വ്യൂ പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം അത്ര അടിപൊളിയാണ്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം അവിടുത്തെ കാഴ്ചകൾ. ഒരുപക്ഷെ നിങ്ങൾ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവണം ഈ ഒരു സ്ഥലം. ഭയങ്കര വൈറലായിട്ടുള്ളൊരു പ്ലേസാണ് ഇപ്പോൾ വന്ന്. നമുക്ക് ഒരു ഓഫ് റോഡ് കയറി ബൈക്കിൽ അങ്ങനെ പോവാം. പിന്നെ നമ്മൾ ഹൈക്കിങ് ട്രക്കിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകാനുണ്ട്. എന്നിരുന്നാലും ബൈക്ക് നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. പക്ഷെ പോകുമ്പോൾ അത്യാവശ്യം ആൾക്കാരായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ഉണ്ടാവും. 5 മിനിറ്റ് നിന്നിട്ട് കയറാം. കമാൺ സാബാണ് 5 മിനിറ്റ് നിന്നിട്ട് കയറാമോ? അതെ, അത് ഞാനും ആലോചിച്ചേ. എന്താ എന്തെങ്കിലും വിഷയം ഉണ്ടോ? കുറെ നാളായി കയറിയിട്ട്, അതുകൊണ്ട് ഒരു പ്രിപ്പയർ ചെയ്യണോ? മൈൻഡ് പ്രിപ്പറേഷൻ ആണോ? ഞാൻ ഇവിടെ കാലങ്ങളായി പോയിട്ട്. ഇവിടെ നിന്നാണോടാ? എല്ലാം 390 നല്ല രസമാണല്ലേ ഏലത്തോട്ടം. അത് അടിപൊളി സൈറ്റ്. നമ്മൾ മറ്റേ ഇന്ത്യ മുഴുവൻ കാണാം. സെറ്റപ്പ് നമ്മളിരിക്കുന്ന ഏറ്റവും ടോപ്പിലാ. കാറ്റോ നമ്മള് പറഞ്ഞു കാറ്റാ. ഹെൽമെറ്റ് ഒന്നും വെക്കാൻ പറ്റത്തില്ല, ഹെൽമെറ്റ് പറഞ്ഞു.
ഇതിന് നേരെ ഒറ്റ പോക്കാണോ? നീ നേരെ ഒറ്റ വഴി. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാ സെറ്റ് ചെയ്യണ്ടേ? അത് വെള്ളം എല്ലാം കുത്തി വായിട്ടറിയായിരുന്നു. എൻ്റെ ഈ ബാഗിലിട്ടോ. ഈ ബാഗ് വെച്ചാലും മതി. അത്രയും വെള്ളം മേടിക്കണ്ടായിരുന്നു. അതിനുള്ളതൊന്നും ഇല്ല. എന്താ കോട്ടത്താവളം പോയതിന്റെ ഇതായിരിക്കും. കോട്ടത്താവളം എവിടെ പോയാലും കോട്ടത്താവളം ഞാൻ പറഞ്ഞില്ല. ആശുണ്ടോ? ഇല്ല. കോട്ടത്താവളം പോണം, പിന്നെ വെറുക്കും. പിന്നെ നമ്മള് ഓഫ് റോഡ്, പിന്നെ ഏത് ഓഫ് റോഡ് പോയാലും നമുക്ക് ഒറ്റയ്ക്ക് പോകും. അല്ലെ, ഉറുമ്പിക്കരെ എല്ലായിടും ഒറ്റയ്ക്ക് പോകും. കോട്ടത്താവളം കയറി കഴിഞ്ഞാൽ ഞാൻ എന്തോ ഭാഗ്യത്തിന് അവിടം വരെ ഒറ്റയടിക്ക് ഒറ്റ സ്ട്രെച്ചിന് പോയേ. എന്റെ വണ്ടിക്ക് ടയർ ഇല്ല. എനിക്കറിയാം നിന്ന് കഴിഞ്ഞാൽ ഞാൻ പുറകിലായി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയേ. വെളിച്ചൊന്നും കുടിക്കേണ്ടി വരും. ബാക്കി വെക്കാനോ എങ്ങനെ? പൊക്കോ ബ്രോ, പൊക്കോ. ഓ മോനെ കിട്ടിയില്ല. അതല്ലേ കാണാന്.
ബാക്ക് മാറിപ്പോയി. നല്ലൊരു കാര്യം ചെയ്യണം. പോകുന്നില്ലടാ ആണോ? കൊടുത്തേ. കൊള്ളാം, പൊളി. കൊള്ളാം അല്ലേ? കൊടുങ്കാട്. നല്ല നൈസ് ക്ലൈമറ്റ്. അതെ, വലിയ വെയിലില്ല. സത്യം. ആന്നോടാ വെള്ളക്കെട്ടോ? അവിടെ വെള്ളക്കെട്ടല്ലേടാ? ആ, എന്റെ മോനെ, എന്റെ സാധനമാണത്. എന്റെ സാബുവേ, ഇത്ര വരെയല്ലേ ഉള്ളൂ? അങ്ങോട്ട് വണ്ടി ഇറക്കാമെന്നാണ് ഞാൻ, പക്ഷെ കൊണ്ടുപോയിട്ടില്ല വണ്ടി. വേണ്ട, നമുക്ക് ഇവിടെ വെക്കാം. എൻ്റെ മോനെ, ഇതെന്താ ഇത്? ആ പോരെ പോരെ പോരെ, അങ്ങനെ തന്നെ പോരെ. ഈ സൈഡ് പിടിച്ചോ, ഈ സൈഡ് പിടിച്ച്. അത്രേ ഉള്ളൂ. ഈ സൈഡ് പിടിച്ചു. ഈ വണ്ടി തുള്ളുമ്പോൾ ബ്രേക്ക് പിടിക്കില്ല. ഇപ്പോൾ കയ്യിൽ നിന്ന് വണ്ടി പോകും. വണ്ടി സസ്പെൻഷൻ നല്ലതായിട്ട് ഇതാവുമല്ലോ, അപ്പോൾ ബ്രേക്ക് പിടിക്കലും പിടിക്കില്ല. എന്താടാ വിഷയം? സ്ഥലം സത്യം. അതെ, തമിഴ്നാടാ. കമ്പോ? അതെ. ആ, വിഷയതലം. അങ്ങോട്ട് പൈസ കിട്ടിയ സ്ഥലം.
ഒരു ബൈനോക്കുലർ വേണം അതിനുണ്ട്. പാടോ ഫുള്ള് കൃഷി. എന്നാ വ്യത്യാസമല്ലേ? മരമാണോ അത്? മരമല്ലേ? എന്തോ ശരിയാണോ? ഉച്ചിലക്കുത്ത്. അങ്ങനെ നമ്മൾ കുറേ സാഹസികതയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പനോരമിക് വ്യൂ തരുന്ന ഒരു ഓപ്പൺ സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉച്ചിലക്കുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും ദൂരെ നമ്മുടെ കമ്പം വ്യൂവും തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു മലനിരകൾ. നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സ് എല്ലായിടവും അടിപൊളിയാണെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഉച്ചിലക്കുത്തിനെ പറ്റി. ഈവൻ ആ വീഡിയോയിൽ കണ്ടപ്പോഴാണല്ലോ നമുക്ക് നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയൊരു ഫീലെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ആ ഒരു അലർച്ചയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. അത്ര അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ശ്രമിക്കണം പോകാനായിട്ട് വരാനായിട്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വരാനൊക്കെ തോന്നിയേക്കാം. എന്നിരുന്നാൽ പോലും വളരെ സേഫായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുവാനായിട്ട്. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ പയ്യെ താഴേക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി നടന്നു. അത്യാവശ്യം ചില വീഡിയോയിലൊക്കെ ഞങ്ങൾ വണ്ടി താഴെ വരെ എത്തിച്ചേരുന്നതൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അന്നേരം അത്ര കുറച്ച് റിസ്ക്കി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞങ്ങളങ്ങനെ ഇറക്കിയില്ല. എന്നിരുന്നാൽ പോലും അവിടെ താഴെ വരെ നടന്ന് നമ്മൾ എന്തായാലും പോകണം. കാരണം ആ ഒരു താഴത്തെ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫീല് നമുക്ക് ആ ഒരു ഓപ്പൺ സ്പേസിൽ എത്തുന്ന ആ ഒരു സംഭവം കിട്ടുന്നത്. അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ. നമുക്ക് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഈവൻ നമ്മൾ ഇപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാം. ഇപ്പോൾ ഒരു മഴ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമുക്കൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടൈമിൽ പോകുന്നതായിരിക്കും അവിടെ കൂടുതൽ റിലാക്സ് ആയിട്ട് ഇരിക്കാനും ഫുള്ള് കാഴ്ചകൾ കാണാനും ഒക്കെ നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മഴയുള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഓഫ് റോഡ് പോലും ഭയങ്കര കഷ്ടമായേക്കാം. നമുക്ക് വണ്ടികൾ തെന്നിപ്പോവാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈവൻ നമ്മൾ മഴയില്ലാത്തപ്പോൾ പോലും അത്യാവശ്യം ചെള്ളയിൽ വണ്ടികൾ തെന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മഴ സമയം പിടിക്കാതെ ഇങ്ങനത്തെയൊക്കെ ഒരു ടൈം പീരീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ചില സമയങ്ങളുണ്ട് പ്രകൃതി ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ചില ടൈമുകൾ വരും നമ്മുടെ ലൈഫിൽ. എനിക്ക് അതുപോലൊരു മൊമെൻ്റ് ആയിരുന്നു ഈ ഒരു ഉച്ചിലക്കുത്ത് എന്ന് പറയുന്ന ഒരു പ്ലേസിൽ പോയത്. കാരണം നമ്മൾ ആ ഒരു ഓഫ് റോഡ് ചെയ്ത് കയറി വരുമ്പോഴൊന്നും സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നില്ല ഇത്രയും കിടലിന് ഒരു വ്യൂ പോയിന്റിലേക്കാണ് വരാൻ പോകുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും പോകണം, ഇനിയും അവിടെ പോകണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്കും അതേ ആഗ്രഹം വരട്ടെ, എല്ലാവരും പോകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇടയ്ക്ക് ഈ ക്ലൗഡ്സിൻ്റെ ഒരു തണലൊക്കെ വന്നിട്ട് നമുക്ക് ആ ഏരിയയിലേക്ക് ഇങ്ങനെ തണൽ വരും. പിന്നെ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം വ്യൂ കണ്ട് ഇങ്ങനെ സംസാരിച്ച് ചില്ല് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നമുക്ക് അടിപൊളി ഒരു പ്ലേസാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഉച്ചിലക്കുത്ത് എന്ന് പറഞ്ഞ ഒരു വൈറൽ പ്ലേസിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും അത് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. അപ്പോൾ എന്തായാലും പോകുന്നവർ വളരെ സേഫ്റ്റി ടേക്ക് കെയർ ചെയ്ത് തന്നെ പോവുക. ഇപ്പോൾ റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം ഹെൽമെറ്റ്സും കാര്യങ്ങളെല്ലാം ധരിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ദൂരെ നിന്നിങ്ങനെ മറ്റേ നമ്മുടെ തമിഴ്നാട്ടിലെ വിൻമിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ദാറ്റ് പ്ലേസ് ഈസ് ജസ്റ്റ് അമേസിങ് എന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ ഈ ഒരു റൈഡ് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഈ ഒരു റൈഡിൽ തന്നെ പോയ അടുത്ത മുളന്തണ്ണം എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻറ്റും കൂടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ ആ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.